ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ ഡേവിഡിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ ആദ്യമായിട്ട് കാണിക്കുന്ന നമ്മുടെ ദേവും ശരത്തൊക്കെ പുതിയ വീട്ടിലേക്ക് മാറുവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവർ. സാധനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ട് വരും. രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സാധനങ്ങളൊന്നും മാറ്റില്ലേ, എന്താ താമസം എന്ന് പറയുമ്പോഴത്തേക്ക്, സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി എന്നുണ്ടെങ്കിൽ എന്നാണ് നമ്മളെ വിശേഷം എന്നൊക്കെ പറയും. എന്നാ പറയാൻ അമ്മ ഇങ്ങനെ പോകുന്നു, അവിടെ എല്ലാവരും അവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുക. അച്ഛമ്മയുണ്ട്, അച്ഛമ്മയും പോകാൻ നിൽക്കുക എന്നൊക്കെ രീതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പറയുന്നുണ്ട് പിന്നെ അപ്പം ലക്ഷ്മി ചോദിക്കുന്ന, മോളെ അച്ഛൻ്റെ ഫോട്ടോ നമുക്ക് എവിടെ വെക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ലക്ഷ്മി തന്നെ പറയുന്നത്, നമുക്ക് പൂജാമുറി വെക്കാം, അച്ഛൻ്റെ സ്ഥാനം ദൈവങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഇരിക്കട്ടെ എന്നുള്ളത് ഈ പറയുന്നുണ്ട്. ശരി അമ്മയെന്ന് പറയാം. എന്നിട്ട് പറയാം, അമ്മ ഒത്തിരി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരത്തില്ല, ഞാനിപ്പോൾ എനിക്കൊരു ബിസിനസ്സൊക്കെ ആയല്ലോ, ഞാനും ബിസിനസ്സിന് പരമായിട്ട് എല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ താമസിക്കാതെ തന്നെ കാശൊക്കെ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട് വെക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് വെച്ചിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ, അല്ലെങ്കിൽ നീ നല്ലൊരു പെണ്ണ് തന്നെയാണ്, നല്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ അടുത്ത സീൻ കാണിക്കും നമ്മുടെ ചന്ദ്രവയത്താണ്. ചന്ദ്രവയത്തിൽ അച്ഛമ്മ പോകാനൊരുങ്ങി നിൽക്കുമ്പോഴത്തേക്ക് മോളെ ഞാൻ ഇറങ്ങുക പറയുന്നുണ്ട്. അണ്ണ ശരിയമ്മയെന്ന് പറയാം. അപ്പം ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാവരും നോക്കിയിരിക്കുമ്പോഴത്തേക്കും, രവതി മോളെ നീ ഇവിടെ തന്നെ ഇരിക്കരുത്, നീ ഇടയ്ക്കൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങണം, എന്നാൽ ഇവിടെ തന്നെ ഇരുന്ന് എവിടെ എപ്പോഴും നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം നിൻ്റെ ആരോഗ്യത്തിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, കൂടുതലായിട്ട് നീ എപ്പോഴും നിൻ്റെ ജോലി കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, നീ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുക. മാത്രമല്ല സച്ചിയോട് ചോദിക്കുക, സച്ചി ഇവിടെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ടൂറൊക്കെ പോകുന്നതിന് ഇപ്പം എന്നാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഞങ്ങൾ പുറത്ത് പോകാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എവിടെ പുറത്ത് പോകാറുണ്ട്? ഞങ്ങൾ മസാല ദോശ കഴിക്കാനാടാ, കല്യാണം കഴിഞ്ഞ് ഒരു വർഷം നിനക്കൊരു ടൂർ പോകാനോ അല്ലെങ്കിൽ ഹണിമൂൺ എന്നുള്ള രീതിയിലൊക്കെ ആഘോഷിക്കാൻ നിന്നെക്കൊണ്ട് പറ്റത്തില്ലേ സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛമ്മ. അണ്ണ രവീന്ദ്രൻ നോക്കി ചിരിക്കുന്നുണ്ട്. അണ്ണ ചന്ദ്രമതി ഇവരെവിടെ പോകാനാന്നുള്ളത്, നീ ഇവിടെ ഇരുന്നോ, നീ പണിയൊന്നും ചെയ്യാതെ ആ കൊച്ചിനെ കൊണ്ടെല്ലാം പണി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്നെ പണി ചെയ്യാൻ ആ കൊച്ചിനെ സഹായിക്കത്തില്ല, ആ കൊച്ചി ഇവിടെ ഇത് മാത്രമല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട്, അതെ അവൾ ഇവിടെ ജോലി മാത്രമല്ല, അവൾ ഇവിടുത്തെ ജോലി മാത്രമല്ല, അവൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, അതെ ഇവളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ, ഇവിടെ ജോലിക്കും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുക, ഇവക്കൊക്കെ എന്നതിൻ്റെ ജോലി ചെയ്താൽ എന്നാന്നൊക്കെ ചോദിക്കും. അണ്ണാ ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത്? നീ ജോലി ചെയ്യണം, കാരണം ഇവിടെ വെറുതെ ഇരിക്കുന്നില്ല, ആ കൊച്ചു അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയും. സച്ചി ഇവളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകണം, വല്ല ടൂറ് പോകണം എന്നാണ് പറയുന്നുണ്ട്. മാത്രമല്ല നിനക്ക് വരാൻ പറ്റുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ അവിടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ ഞങ്ങൾ ഇറങ്ങാമെന്ന് പറയുമ്പോൾ, അവിടെ ഇറങ്ങാമെന്ന് പറച്ചിൽ മാത്രമല്ല, ഇത്ര നാളായില്ലേ എന്ന് പറയും. അപ്പോൾ ഇനി നീ ഇറങ്ങണം എന്നുള്ളത് ഇത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛമ്മ പറയുന്നുണ്ട്, നീ ഇവിടെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ടൂറ് പോകണം, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അവനെ ശരി അച്ഛമ്മ നോക്കാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അച്ഛമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടി അവരിറങ്ങുവാണ്. നമ്മുടെ സച്ചി ഇറങ്ങണം. സച്ചി അച്ഛമ്മേനെയും കൊണ്ട് പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്ത് നമ്മുടെ ചന്ദ്രമതി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വെള്ളം എടുക്കുക. അപ്പോൾ ഇവിടെ രേവതി ചോദിക്കുന്നുണ്ട്, പതിവില്ലാത്ത പരിപാടിയാണല്ലോ, നീ അമ്മ അങ്ങനെ വെള്ളം എടുക്കാൻ വരാറില്ലല്ലോ എന്ന് പറയാം. നീ എന്തിനെന്നെ ചൊറിയുന്നത്? ഞാനിപ്പോൾ വെള്ളം എടുക്കാൻ വന്നാണ് നിനക്ക് കുഴപ്പമെന്നുള്ളത് ചോദിക്കുന്നത്. അല്ല അമ്മ എടുക്കാറില്ലോ പിന്നെന്താ എന്ന് പറയാം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെവിടെ ടൂർ പോകാൻ പ്ലാൻ ചെയ്തോന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് കാര്യം ഇതിനെക്കുറിച്ച് ചൊറിയാൻ വേണ്ടി വന്നാന്ന് മനസ്സിലായി. പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോകാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകണ്ട കേട്ടോ, വെറുതെ പോയിട്ട് ആവശ്യമില്ലാത്ത പരിപാടി. അവൻ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കത്തുള്ളൂ. അവൻ എപ്പോഴും ജോലി കാര്യങ്ങൾ മാത്രം നടക്കുന്നവൻ. അവൻ ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്ക് മിക്കപ്പോഴും അടി ഉണ്ടാക്കുന്ന, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ അവൻ സമയമുള്ളൂ. മാത്രമല്ല നീ അവിടെ പോയി കഴിഞ്ഞാൽ നീ നാണം കെടുത്തുള്ളൂ. മാത്രമല്ല കൂട്ടുകാരോടെ പോകുമ്പോൾ എപ്പോഴും അടിയും പിടിയും മാത്രമേ ഉള്ളൂ. നിനക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ കുടിക്കുന്നുണ്ട്. ഇല്ല, സച്ചിയേട്ടൻ എൻ്റെ കൂടെ അല്ലേ വരുന്നത്, സച്ചിയേട്ടൻ കുടിക്കത്തില്ല എന്ന് പറയുമ്പോൾ, ആ സച്ചിയുടെ കൂട്ടുകാരുടെ കൂടെ അല്ലോ പോകുന്നത്. അവൻ കുടിക്കുന്നു പറഞ്ഞാൽ കുടിച്ചിരിക്കും, നീ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കേണ്ട, അവൻ കുടിക്കുന്നു എന്ന് പറയുവാണ്. ഇല്ല സച്ചേട്ടൻ ഞാൻ പറഞ്ഞ കേൾക്കും എന്ന് പറയുമ്പോൾ, നിന്നോട് ഞാൻ പറയുന്നത് മാത്രമല്ല, എവിടെ ടൂർ പോകുന്നിടത്ത് കാലാവസ്ഥ ശരിയല്ലെന്ന് പറയും. അതിന് കാലാവസ്ഥ പോകുന്നത് ഞാൻ എവിടെ പോകുന്നത് പറഞ്ഞില്ലെന്ന്. എവിടെ പോയാലും കാലാവസ്ഥ ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഞങ്ങളെ പോകാതിരിക്കാൻ വിടണം ആണ് അമ്മ നോക്കുന്നത്. ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് അങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ പോയി കഴിഞ്ഞ വിഷയം ഉണ്ടാകും, കാലാവസ്ഥ മോശമാകും, എന്തിനാണ് നിങ്ങളതൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സച്ചി കയറി വന്നിട്ട്
നമുക്ക് നാളെ തന്നെ ടൂറ് പോകാമെന്നുള്ള സച്ചി പറയുന്നുണ്ട്. അണ്ണൻ രവീന്ദ്രൻ അതായത് നീ ഇവിടെ ഇരിക്കണ്ട, നീ അവളെയും വിളിച്ചുകൊണ്ട് പോകണം, ഇനി ഓരോന്ന് പറഞ്ഞിട്ട് ട്രിപ്പുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്, നാളെ തന്നെ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് അതെവിടെ പ്ലാൻ ചെയ്യുന്ന ചോദിക്കാം. അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് വർഷയ്ക്കും ശ്രീകാന്തിന് അറിയാം, നീ അവരെ ഒന്ന് പോയി കാണുക, അവരെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാം, നിങ്ങൾ അവർക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറയാം. ഉടനെ വർഷയും ശ്രീകാന്തും വരുവാണ്. പക്ഷേ വർഷയും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എവിടെ പോകണമെന്നുള്ള. വർഷ പറയുന്നുണ്ട് അതിനൊരു കാര്യം ചെയ്യും, നിങ്ങൾ മൂന്നാർ പൊക്കോന്ന് പറയുമ്പോൾ. ഉടനെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ മൂന്നാറൊന്നും കൊള്ളത്തൊന്നുമില്ല, അവിടെയൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കാണ്, ഹോട്ടൽ മുറി ഒന്നും കിട്ടത്തില്ലെന്ന്. അതിന് ചേച്ചി അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ല ഞാൻ പോയിട്ടില്ല, പറയോ ഇപ്പം ഭയങ്കര തിരക്കല്ലേ, അവിടെ കാണാനൊന്നും കൊള്ളത്തില്ലെന്ന് പറയും. കാണാൻ കൊള്ളത്തില്ല, ചേച്ചി പോകാത്ത സ്ഥലത്തെക്കുറിച്ച് ചേച്ചി എന്തിനാണ് പറയുന്നത്, കാണാൻ കൊള്ളാമെന്നുകൊണ്ടല്ലേ ആൾക്കാർ അങ്ങോട്ട് ചെല്ലുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറയാം ഇതൊക്കെ പോകാതിരിക്കാനുള്ള അടവൊക്കെയാന്ന് പറയുമ്പോൾ ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല ചന്ദ്രമതി പറഞ്ഞു എന്തിനാ വെറുതെ അങ്ങോട്ടൊക്കെ പോയി കാശൊക്കെ ചിലവാക്കുന്നത്, എന്തിനാ അവിടെ പോകുന്നത്, അവിടെയൊക്കെ വെറുതെ കാണാനൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അടവ് സൂത്രമായിട്ട് അമ്മ ഇറങ്ങിയിട്ടുണ്ടല്ലേ, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കുക, അമ്മ അതിൽ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അമ്മ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോകുമ്പോഴേ ഓരോ കാര്യങ്ങളായിട്ട് അമ്മ വിളിക്കരുത്, കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പോകാൻ വേണ്ടി വയറുവേദനയാണെങ്കിൽ ഇതാണ്ട് ഈ ഗുളിക, അതുപോലെ തലവേദന എടുക്കുകയാണെങ്കിൽ ഇതാണ്ട് ഈ ഗുളിക, പിന്നെ അതുപോലെ തലചുറ്റൽ അല്ല തലകറക്കം വരുവാണെങ്കിൽ ഈ ഗുളിക എന്നുള്ള രീതിയിൽ ഓരോന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അമ്മ കിടന്ന് കളിക്കരുത്, ഞങ്ങളെ ടൂറ് പോകുന്ന ഞാൻ പോയിരിക്കും, നാളെ രാവിലെ തന്നെ പോകും. കാരണം പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇത്രയും തീരുമാനം എടുത്തത് നല്ലതാണ്, കാരണം ഇവിടെ ഇരിക്കണ്ട, നിങ്ങൾ ടൂറ് പോകുന്നത് നല്ലത്, കൂടുതലായിട്ട് ആരൊക്കെ എന്നെ മടുപ്പിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ടൂറ് പൊക്കോണം, അതാ നല്ലത്, എത്ര നാളെ ആ കൊച്ചിനെ കൊണ്ട് വിടുന്നത്, ആ കൊച്ചു കൊടുത്ത ജോലി കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടാ, ടൂറ് പോടാ എന്നൊക്കെ പറഞ്ഞാൽ ശരി അച്ഛാ ഞാൻ ഉറപ്പായിട്ട് പോയിരിക്കും എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് നമ്മുടെ സച്ചി. ഉടനെ നമ്മുടെ ചന്ദ്രമതിക്കൊക്കെ ഇത് കേട്ടിട്ട് വയ്യ, കാരണം ചന്ദ്രമതിക്കും ശ്രുതിക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ടൂർ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർ പോകുന്നതിന് അതായത് വീട്ടിൽ പണിയെല്ലാം ചെയ്യേണ്ടി വരില്ല, അല്ല ചന്ദ്രമതിയും ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ശ്രുതിയും ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഓർത്തിട്ട് എന്ത് ചെയ്യേണ്ട ഏത് ചെയ്യേണ്ടെന്ന് അറിയാത്തൊരു മട്ടിലാണ് നിൽക്കുന്ന ആര് നമ്മുടെ ഈ ചന്ദ്രമതി. പിന്നെ എങ്ങനെയും പോയേ പറ്റും എന്നുള്ള രീതിയിൽ ശ്രുതിയും അല്ല രേവതിയും സച്ചിൻ നിൽപ്പുണ്ട്. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. ഇതിനെ നിങ്ങളുടെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇടുന്നുണ്ട്. ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി, അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.